ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളായി ഡോക്ടർ ഗോകുൽദാസിന്റെ പുസ്തകങ്ങൾ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ ലോകത്തിന് പുത്തൻ വായനാനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഡോക്ടർ ഗോകുൽദാസ് രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം കൊച്ചിയിൽ നടന്നു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അമൃതേശ്വരി ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഡോക്ടർ ഗോകുൽദാസിന്റെ കവിതാ സമാഹാരമായ ആത്മാവിന്റെ ആകവും ചെറുകഥാ സമാഹാരമായ വിധിയുടെ വിനോദവുമാണ് വായനക്കാരിലേക്ക് എത്തിച്ചത്. സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും വിധിയുടെ വിനോദം എന്ന ചെറുകഥാ സമാഹാരത്തിന്റെയും ആത്മാവിന്റെ ആകം എന്ന കവിതാ സമാഹാരത്തിന്റെയും ആദ്യ പ്രതി പ്രകാശനം ചെയ്യുകയും ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണത്തിൽ സംസാരിച്ചു. വിധിയുടെ വിനോദം ഡോക്ടർ ആനന്ദ് കുമാർ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. ജീവിതത്തിലെ അപ്രതീക്ഷിത നിമിഷങ്ങളെയും വിധിയുടെ വിളയാട്ടങ്ങളെയും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ കൃതിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആത്മാവിന്റെ ആകം ഡോക്ടർ KN രാഘവൻ മനുഷ്യന്റെ ആത്മീയവും വൈകാരികവുമായ തലങ്ങളെ സ്പർശിക്കുന്ന വരികളാണ് ഈ സമാഹാരത്തിലുള്ളതെന്ന് വിലയിരുത്തി. ഡോക്ടർ ഉഷ മേനോൻ, പ്രശസ്ത സംവിധായകനും ഗാനരചയിതാവുമായ പാവുങ്ക മനോജ്, അഡ്വക്കേറ്റ് ശിവകുമാർ മേനോൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗ്രന്ഥകർത്താവായ ഡോക്ടർ ഗോകുൽദാസ് നന്ദി രേഖപ്പെടുത്തി. അശ്വതി നമ്പ്യാരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ഡോക്ടർ നാരായണൻ സ്വാഗതം പറഞ്ഞു. വൈദ്യശാസ്ത്ര മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.